കാരണങ്ങൾ അമിതഭാരം, ചുവന്ന മാംസം എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ്. റെഡ് മീറ്റിൽ ഏതൊക്കെ പെടും? ബീഫ്, പോർക്ക്, മട്ടൺ. ചിക്കൻ വലിയ കുഴപ്പമില്ല. ശരി. ഇനി വളരെ ഉയർന്ന താപനിലയിൽ പാകം ചെയ്ത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് തീയിൽ വെച്ച് ചുട്ടെടുത്ത മത്സ്യമാംസാദികൾ. ശക്തമായ വൻകുടൽ ക്യാൻസർ കുടുംബ ചരിത്രം, ഫാമിലി ഹിസ്റ്ററിയിൽ കുടലിന് ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിസ്ക് കൂടുതലാണ്. ഇനി വൻകുടലിൽ ഉണ്ടാകുന്ന പോളിപ്പുകളും വ്രണങ്ങളും, അൾസേഴ്സാണ് വ്രണങ്ങൾ എന്ന് ഉദ്ദേശിക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ സ്കോപ്പിയൊക്കെ ചെയ്തിട്ട് ആൾക്കാരുണ്ടാവും, അപ്പർ ജി സ്കോപ്പി, കൊളോണോസ്കോപ്പി എന്നൊക്കെ എന്തെങ്കിലും മറ്റു കാരണങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം. എപ്പോഴെങ്കിലും ആ ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ പറയാറുണ്ട് പോളിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ പോളിപ്പുകളുമെല്ലാം നിങ്ങളുടെ ആരെങ്കിലും അറിയാമെങ്കിൽ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ ക്യാൻസർ വരാൻ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളത് പറയും. ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുന്ന് പറയാൻ ഉള്ളൊരു സമയമില്ല. എനിവേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു റിസ്ക് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ്, ഓക്കെ. ലക്ഷണങ്ങൾ: ഇടവിട്ടുള്ള വയറിളക്കവും മലബന്ധവും, മലത്തിൽ കൂടി കഫം അല്ലെങ്കിൽ രക്തം പോവുക, ശരീരഭാരം പെട്ടെന്ന് കുറയുക, രക്തക്കുറവ് അനുഭവപ്പെടുക. കൂടുതലും ആളുകൾ കണ്ടിട്ടുള്ളത് അനീമിയക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കോളം സി ആയിട്ട് ഫൈനലി ഡയഗ്നോസ് ചെയ്ത് വരുന്നത്. ഓക്കെ.